അതെ, മന്നവൻ കാട്ടിലെ മിട്ടുമാനെയും സിംഹരാജനെയും ഓർമ്മയുണ്ടോ? മിട്ടുമാൻ രാത്രിയിൽ ആരും കാണാതെ ചെന്ന് ആപ്പിൾ കട്ട് തിന്ന കഥ നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതേ മിട്ടുവിന്റെ പുതിയൊരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് കേട്ടു നോക്കിയാലോ. മിട്ടുമാൻ ഇപ്പോഴും വികൃതിയായി കാട്ടിൽ കളിച്ചു നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ രാത്രിയിൽ പുറത്തിറങ്ങി നടക്കാൻ മിട്ടുവിന് പേടിയാണ്. ആപ്പിൾ മരത്തിന്റെ അരികിൽ നിന്നും മാറി ഇപ്പോൾ വലിയൊരു പേരാൽ മരത്തിന്റെ ചുവട്ടിലാണ് മിട്ടുവിന്റെ താമസം. ആ പേരാൽ മരത്തിന്റെ മുകളിലെ ഒരു പൊത്തിലായിരുന്നു താതു എന്നു പേരുള്ള ഒരു വയസ്സൻ മൂങ്ങ താമസിച്ചിരുന്നത്. ഇരുട്ടിലും താതുവിനെല്ലാം നന്നായി കാണാമായിരുന്നു. പകൽ മുഴുവൻ കാട്ടിലൂടെ ഓടി നടന്ന് കളിക്കുന്ന മിട്ടുവിന് സൂര്യൻ അസ്തമിച്ച് കാട്ടിൽ ഇരുട്ടാകുമ്പോൾ വലിയ പേടിയാകും. മരങ്ങളുടെ നിഴലുകൾ കാണുമ്പോൾ പേടിച്ചവൻ കണ്ണുകൾ പൊത്തിക്കിടക്കും. രാത്രിയിൽ കണ്ണു കാണാൻ കഴിയുന്ന താതു മുകളിലെ പൊത്തിൽ ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടാവും. അതാണ് മിട്ടുവിന്റെ ധൈര്യം. ഒരു വൈകുന്നേരം കാട്ടിലെ കിളികൾ ഒരു അത്ഭുത വാർത്ത വിളിച്ചു പറഞ്ഞു. കൂട്ടരെ, ഇന്ന് രാത്രി കാട്ടിൽ നിലാപ്പൂവ് വിരിയും. നൂറ്റാണ്ടിലൊരിക്കൽ മാത്രം വിരിയുന്ന ആ അത്ഭുത പൂവ് കാടിന്റെ നടുവിലുള്ള വലിയൊരു പാറപ്പുറത്താണ് വിരിയുന്നത്. നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്ന ആ പൂവ് കാണുന്നവർക്ക് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനുമുള്ള ഒരു മാന്ത്രിക ശക്തി കിട്ടും. അതറിഞ്ഞപ്പോൾ മിട്ടുവിന് ആ പൂവ് കാണാൻ വലിയ കൊതിയായി. പക്ഷേ രാത്രി ഇരുട്ടത്ത് പോകാൻ അവന് പേടിയായിരുന്നു. അവൻ മരത്തിന് മുകളിലേക്ക് നോക്കി താതുവിനോട് ചോദിച്ചു, താതുവിന് രാത്രിയിൽ നല്ലതുപോലെ കണ്ണ് കാണാമല്ലോ. എന്നെയും ആ മാന്ത്രിക പൂവ് കാണാൻ കൂട്ടാമോ? എനിക്ക് രാത്രി ഒറ്റയ്ക്ക് പോകാൻ പേടിയാവും. മിട്ടു, നീ പേടിക്കേണ്ട, നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം, താതു സ്നേഹത്തോടെ പറഞ്ഞു. അങ്ങനെ രാത്രിയിൽ അവർ യാത്ര തുടങ്ങി. ആകാശത്ത് നല്ല ഭംഗിയുള്ള വെളുത്ത ചന്ദ്രൻ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് കാട്ടിൽ കനത്ത മൂടൽമഞ്ഞ് വന്നത്. ചന്ദ്രന്റെ വെളിച്ചം പോലും മാഞ്ഞുപോയി. മരങ്ങളുടെ നിഴലുകൾ വലിയ ഭൂതങ്ങളെ പോലെ മിട്ടുവിന് തോന്നി. കാറ്റു വീശിയപ്പോൾ ഇലകൾ അനങ്ങുന്ന ശബ്ദം കേട്ട് മിട്ടു പേടിച്ചു വിറച്ചു. അവൻ ഒരടി പോലും മുന്നോട്ട് വയ്ക്കാതെ നിലത്തിരുന്ന് കണ്ണുകൾ പൊത്തി കരയാൻ തുടങ്ങി. എനിക്ക് പേടിയാകുന്നു, ആ നിഴലുകൾ എന്നെ പിടിക്കാൻ വരുന്നു, എനിക്ക് പേടിയാവുന്നു. താതു പറന്ന് നിലത്തിറങ്ങി. മിട്ടു, കണ്ണുകൾ തുറക്കൂ, താതു സ്നേഹത്തോടെ പറഞ്ഞു. ആ നിഴലുകളിലേക്ക് നോക്കൂ, അവ നിന്നെ ഉപദ്രവിക്കില്ല. വെളിച്ചമുള്ളത് കൊണ്ട് ഉണ്ടാകുന്ന വെറും നിഴലുകളാണവ. നിന്റെ ഉള്ളിലെ പേടിയാണ് അവയെ വലുതാക്കി കാണിക്കുന്നത്. ധൈര്യമായിരിക്കൂ, ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. താതുവിന്റെ നല്ല വാക്കുകൾ മിട്ടുവിന് ധൈര്യം നൽകി. താതു പറഞ്ഞത് ശരിയായിരുന്നു. അവ വെറും മരങ്ങളുടെ നിഴലുകൾ മാത്രമായിരുന്നു. അവർ പൂവിരിയുന്ന പാറയുടെ അടുത്തെത്താറായപ്പോൾ പാറയുടെ മുകളിൽ നീല വെളിച്ചം തിളങ്ങുന്നത് കണ്ടു. മാന്ത്രികപ്പൂവ് വിരിയാൻ തുടങ്ങിയിരിക്കുന്നു. മിട്ടു, വേഗം നടക്കൂ, സമയം പോകുന്നു, താതു ഓർമ്മിപ്പിച്ചു. പെട്ടെന്നാണ് വഴിയരികിലെ ഒരു വലിയ കുഴിയിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ടത്. താതു തൻ്റെ വലിയ കണ്ണുകൾ കൊണ്ട് ആ കുഴിയിലേക്ക് നോക്കി. അവിടെ ഒരു കൊച്ചു മുയൽക്കുഞ്ഞ് വീണ് കിടക്കുന്നു. അതിന്റെ കാലിന് പരിക്കേറ്റിരുന്നു. അതിന് മുകളിലേക്ക് കയറാൻ കഴിയുന്നില്ലായിരുന്നു. മിട്ടു പറഞ്ഞു, താതു,
പൂവ് വിരിയാൻ ഇനി കുറച്ച് സമയമേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ പോയില്ലെങ്കിൽ ആ പൂവ് കാണാൻ കഴിയില്ല. പക്ഷേ നമ്മൾ പോയാൽ ഈ പാവ മുയൽക്കുഞ്ഞ് രാത്രി മുഴുവൻ ഇവിടെ കിടന്ന് കരയില്ലേ? വന്യമൃഗങ്ങൾ ഇതിനെ പിടികൂടാനും സാധ്യതയുണ്ട്. നമ്മൾ എന്തു ചെയ്യും? മിട്ടുവും ദാദുവും എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. മിട്ടു ആ പാവം മുയൽക്കുഞ്ഞിന്റെ കരയുന്ന മുഖത്തേക്ക് നോക്കി. മാന്ത്രിക പൂവ് കാണാനുള്ള തന്റെ ആഗ്രഹത്തേക്കാൾ ആ മുയൽക്കുഞ്ഞിന്റെ ജീവനാണ് വിലപ്പെട്ടതെന്ന് മിട്ടുവിന് തോന്നി. പൂവ് കണ്ടില്ലെങ്കിലും വേണ്ടില്ല താതു, നമുക്ക് ഇവനെ രക്ഷിക്കാം, മിട്ടു ഉറപ്പിച്ചു പറഞ്ഞു. മിട്ടു കുഴിയുടെ വക്കിലിരുന്ന് ഒരു ചെറിയ മരക്കൊമ്പ് താഴേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു, കുഞ്ഞുമുയലേ, ഈ മരക്കൊമ്പിൽ പിടിച്ചോളൂ. മുയൽക്കുഞ്ഞ് ആ മരക്കൊമ്പിൽ കടന്നു പിടിച്ചു. മിട്ടു ആ മരക്കൊമ്പ് ഒരൊറ്റ വലി. മുയൽക്കുഞ്ഞ് കുഴിക്ക് പുറത്തെത്തി. താതുവിനും മിട്ടുവിനും സന്തോഷമായി. നിങ്ങൾക്ക് ഒത്തിരി നന്ദി എന്ന് പറഞ്ഞ് ആ മുയൽക്കുഞ്ഞ് സന്തോഷത്തോടെ കാട്ടിലേക്ക് ഓടിപ്പോയി. മുയൽക്കുഞ്ഞിനെ രക്ഷിച്ചപ്പോഴേക്കും സമയം ഒരുപാടായിരുന്നു. ദൂരെ പാറപ്പുറത്തെ നീല വെളിച്ചം അണഞ്ഞു പോയിരുന്നു. പൂവ് വിരിഞ്ഞ് കൊഴിഞ്ഞുപോയി എന്ന് മനസ്സിലാക്കിയ മിട്ടുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. മിട്ടുവിന്റെ സങ്കടം കണ്ടപ്പോൾ താതുവിനും കരച്ചിൽ വന്നു. എന്നാൽ പെട്ടെന്നാണ് ആ അത്ഭുതം സംഭവിച്ചത്. അവർ നിന്നിരുന്ന സ്ഥലമാകെ ഒരു നല്ല സ്വർണ്ണ വെളിച്ചം വന്നു. ഒരു മാന്ത്രിക പൂവ് ഇതാ അവരുടെ തൊട്ടു മുന്നിൽ തെളിഞ്ഞു വന്നു. അതിൽ നിന്നുള്ള വെളിച്ചം മിട്ടുവിന്റെയും താതുവിന്റെയും മേൽ പതിച്ചു. അന്തരീക്ഷത്തിൽ ഒരു നല്ല ശബ്ദം കേട്ടു. പ്രിയപ്പെട്ട മിട്ടു, താതു, നിങ്ങൾ മാന്ത്രിക പൂവ് തേടിയാണ് വന്നതെങ്കിലും ആ ആഗ്രഹം മാറ്റിവെച്ച് മറ്റൊരാളെ സഹായിക്കാനുള്ള നന്മ നിങ്ങൾ കാണിച്ചു. മറ്റുള്ളവരുടെ സങ്കടത്തിന് വില കൽപ്പിക്കുന്ന ആ നന്മയാണ് യഥാർത്ഥ മാന്ത്രികത. നിങ്ങളുടെ മനസ്സ് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എന്നും നല്ലതേ വരും. ആ നിമിഷം മിട്ടുവിന് വലിയൊരു മാറ്റം തോന്നി. അവന്റെ ഉള്ളിലെ പേടി പൂർണ്ണമായി മാറി. അതിലുപരി കൂരിരുട്ടിലും പകൽ പോലെ വ്യക്തമായി കാണാൻ കഴിയുന്ന മാന്ത്രിക കണ്ണുകൾ അവന് കിട്ടി. താതുമുങ്ങയ്ക്ക് പ്രായത്തിന്റെ തളർച്ച എല്ലാം മാറി നല്ല കരുത്തുള്ള പുതിയ ചിറകുകൾ കിട്ടി. അന്നു തൊട്ട് മന്നവൻ കാട്ടിലെ മൃഗങ്ങൾ ഒരു പുതിയ കാഴ്ച കണ്ടു. രാത്രികാലങ്ങളിൽ കാട്ടിൽ വഴിയറിയാതെ പോകുന്നവർക്കും അപകടത്തിൽപ്പെടുന്നവർക്കും വഴികാട്ടാൻ വലിയ കണ്ണുകളുള്ള താതുമുങ്ങയും ഒപ്പം ധൈര്യശാലിയായ മിട്ടുമാനും എപ്പോഴും കൂട്ടുണ്ടായിരുന്നു.